നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശാന്തൻപാറ പാർട്ടി ഓഫീസിൽ കൈവച്ചാൽ റവന്യൂ വകുപ്പല്ല കോടതിയായാലും പറപ്പിക്കുമെന്നാണ് വർഗീസ് സഖാവ് വീരവാദം മുഴക്കിയിട്ടുള്ളത്. അനധികൃതമായി കെട്ടിപ്പൊക്കിയ CPM ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി ഇപ്പോൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചതാണെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയ മതിലാണ് പൊളിച്ചു നീക്കിയത്. കെട്ടിടം നിർമ്മിച്ചത് പട്ടയമില്ലാത്ത ഭൂമിയിലാണെന്നും പുറമ്പോക്ക് കൈവശപ്പെടുത്തിയെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. താലൂക്ക് സർവേയർ അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് പൊളിച്ചത്. ഇതേ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടും കോടതിയെ വെല്ലുവിളിച്ച് പാതിരാത്രിക്ക് പണി നടത്തിയ ടീംസാണ് CV വർഗീസും കൂട്ടരും. ഭിത്തി പൊളിച്ചു നീക്കിയതിൽ റവന്യൂ വകുപ്പിനോട് വർഗീസ് സഖാവ് പിണക്കത്തിലാണ്. ഗാർഹികേതര നിർമ്മാണമായതിനാൽ റവന്യൂ വകുപ്പ് NOC നിഷേധിച്ചിരുന്നു. ഗാർഹിക ആവശ്യത്തിന് മാത്രം കെട്ടിടം നിർമ്മിക്കാൻ അനുമതിയുള്ള സ്ഥലത്താണ് വാണിജ്യ ആവശ്യത്തിനുള്ള നിർമ്മാണം നടന്നത്. 2022 നവംബർ 25-നാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പേരിൽ ശാന്തൻപാറ ടൗണിലുള്ള 8 സെന്റ് ഭൂമിയിൽ ബഹുനില ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നതിനെതിരെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാൽ ഇത് അവഗണിച്ച് നിർമ്മാണം തുടരുകയായിരുന്നു. ഹൈക്കോടതിയിൽ ഭൂസംബന്ധമായ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന് മുൻപിൽ ലഭിച്ച പരാതിയെ തുടർന്ന് നിർമ്മാണം വിലക്കി കോടതി ഇടക്കാല ഉത്തരവ് പുറത്തുവിട്ടു. വീണ്ടും വിലക്ക് ലംഘിച്ചുവെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനെ തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. കോടതി ഇനി ഒരു ഉത്തരവുണ്ടാകും വരെ ശാന്തൻപാറയിലെ CPM ഓഫീസ് തുറന്ന് പ്രവർത്തിക്കരുതെന്നും ഉത്തരവിട്ടു. അതേസമയം മാത്യു കുഴൽനാടനെതിരെ ഭൂമി കയ്യേറ്റം ആരോപിച്ചാണ് റവന്യൂ വകുപ്പ് കേസെടുത്തത്. ചിന്നക്കനാലിൽ റിസോർട്ടിനോട് ചേർന്ന് 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് കേസ്. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ പ്രവർത്തിക്കുന്ന എറ്റർനോ കപ്പിത്താൻ റിസോർട്ടിനോട് ചേർന്നുള്ള ഭൂമിയാണ് കയ്യേറിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 50 സെന്റ് സർക്കാർ ഭൂമി തിരികെ പിടിക്കാൻ ഇടുക്കി കളക്ടർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവച്ചാണ് റവന്യൂ വിഭാഗം കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. 2022-ൽ മാത്യു കുഴൽനാടനും 2 സുഹൃത്തുക്കളും ചേർന്നാണ് സൂര്യനെല്ലിയിൽ 1 ഏക്കർ 14 സെന്റ് ഭൂമിയും 3 കെട്ടിടങ്ങളും വാങ്ങിയത്. എന്നാൽ സൂര്യനെല്ലിയിൽ റിസോർട്ടിനോട് ചേർന്ന് 50 സെന്റ് ഭൂമി താൻ കയ്യേറിയെന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നാണ് മാത്യു കുഴൽനാടന്റെ വാദം. 2022-ൽ ഭൂമി വാങ്ങിയ ശേഷം 1 സെന്റ് പോലും കൂട്ടിച്ചേർത്തിട്ടില്ല. പാപ്പാത്തിച്ചോല റോഡിന് സമീപം ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ചരിവുള്ള സ്ഥലം ഇടിഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണ് ഭൂമി വാങ്ങിയെന്നതിനാൽ അന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നില്ല. 50 സെന്റ് അല്ല 50 ഏക്കർ ഭൂമി പിടിച്ചെടുത്താലും താൻ പിന്നോട്ട് പോകില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. കുഴൽനാടൻ ഉയർത്തിയ മാസപ്പടി വിവാദത്തിന്റെ തൊട്ടു പിന്നാലെയാണ് കുഴൽനാടനെതിരെ ഭൂമി കയ്യേറ്റത്തിന്റെ പേരിൽ CPM ഇടപെട്ട് കേസെടുപ്പിക്കുന്നത്. ഇങ്ങനെ കേസെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ശാന്തൻപാറയിലെ CPM ഓഫീസിന് നേരെയും മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ CPM തൊട്ടു പിന്നാലെ തന്നെ മാത്യു കുഴൽനാടൻ കയ്യേറിയ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടു. അങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും ഭൂമി വിഷയത്തിൽ കൊമ്പുകോർക്കുകയാണ് CPM-ഉം കോൺഗ്രസും.